നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചെന്നൈയിൽ നിന്ന് വരുന്നൊരു വാർത്ത, AC വാങ്ങുന്നതിനെ ചൊല്ലി ഭാര്യയും ഭർത്താവും തമ്മിൽ വീട്ടിൽ തർക്കമുണ്ടാകുന്നു. പിന്നീട് യുവതി ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നു. ഇതാണ് വാർത്ത. ചെന്നൈക്കടുത്ത് തിരുവള്ളൂരിൽ AC വാങ്ങുന്നതിനെ ചൊല്ലി ഉണ്ടായ തർക്കത്തിന് പിന്നാലെയാണ് ഇപ്പോൾ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസും അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. കാരണം യുവതിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ പറയുന്നത് ഒരു AC വാങ്ങാത്തതിനെ ചൊല്ലിയുള്ള തർക്കമാണ് എന്നാണ് പറയുന്നത്. പക്ഷേ പോലീസ് അത് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. പുല്ലാരംപാക്കം സ്വദേശിനിയായ മോണിക്കയാണ് ഭർത്തൃ വീടിനുള്ളിൽ ജീവനൊടുക്കിയത്. 23 വയസ്സാണ് പെൺകുട്ടിക്ക് പ്രായം. 3 വർഷം മുമ്പ് പ്രണയിച്ച് വിവാഹിതരായ ദമ്പതികൾക്കിടയിലുണ്ടായ നിസ്സാരമെന്ന് തോന്നിക്കാവുന്ന ഒരു തർക്കം വലിയൊരു ദുരന്തത്തിൽ കലാശിക്കുകയായിരുന്നു. വസ്ത്രവ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരായ മോണിക്കയും ഭർത്താവ് ആകാശും തമ്മിൽ വീട്ടിൽ AC വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. ഈ ഭർത്താവ് എന്ന് പറയുന്ന ആകാശിന് 26 വയസ്സാണ് പ്രായം. അതായത് രണ്ടുപേരും വളരെ ചെറുപ്പമാണ്. സംഭവ ദിവസവും രാത്രിയും ഇതേ ചൊല്ലി ഇരുവരും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നു. തുടർന്ന് ആകാശിൻ്റെ വീട്ടിലുള്ള മാതാപിതാക്കളും സഹോദരനുമൊപ്പം വീടിൻ്റെ ടെറസിലേക്കാണ് ഉറങ്ങാൻ പോയത്. ചൂട് കൂടുതലായതിനാലായിരിക്കാം വീടിനകത്ത് ഇവർ ഉറങ്ങാതെ വീടിൻ്റെ ടെറസിലേക്ക് ഉറങ്ങാൻ പോയത്. മോണിക്ക താഴെ മുറിയിലാണ് കിടന്നത്. രാവിലെ താഴെ എത്തിയ ആകാശ് മോണിക്കയുടെ മുറി ഉള്ളിൽ നിന്നും പൂട്ടിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സംശയം തോന്നി വാതിൽ പൊളിച്ച് അകത്ത് കടന്നപ്പോഴാണ് ഫാനിൽ തൂങ്ങിയ നിലയിൽ മോണിക്കയെ കണ്ടത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മകൾ ഒരിക്കലും ഇത്തരം ഒരു കടുങ്കൈ ചെയ്യില്ലെന്നാണ് മോണിക്കയുടെ മാതാപിതാക്കൾ പറയുന്നത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ചും അവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സഹപാഠികളായ ഇരുവരും ഏറെ കാലമായി പരിചയമുള്ളവരാണ്. പിന്നീട് പ്രണയിച്ചാണ് 3 വർഷം മുമ്പ് ഇവർ വിവാഹിതരായത്. കുടുംബപരമായ മറ്റ് പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടായിരുന്നോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ പുല്ലാരംപക്കം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. മോണിക്കയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. കാരണം ഒരു AC വാങ്ങാത്തതാണ്, അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ തർക്കമാണ് ഈ ഒരു ആത്മഹത്യക്ക് കാരണമെന്ന്, അല്ലെങ്കിൽ അവൾ അത്തരത്തിൽ ചെയ്തതെന്നാണ് ഈ ആകാശിൻ്റെ വീട്ടുകാരടക്കം ആരോപിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അത് കേൾക്കുന്നവർക്കൊക്കെ തന്നെ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ നമുക്കറിയാം ചൂടടക്കം വളരെ അധികമാണ്. അപ്പോൾ ഇത്തരത്തിലൊരു AC വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തർക്കം ഒരാൾ ആത്മഹത്യ ചെയ്യുമോ, അതോ വീട്ടിൽ മറ്റുള്ളവരെല്ലാവരും കൂടെ ഒരുപക്ഷെ മോണിക്കയുമായി ഇതിൻ്റെ പേരിൽ വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടോ? അന്ന് രാത്രി എല്ലാവരും വീടിന് മുകളിൽ ടെറസിലേക്ക് ഉറങ്ങാൻ പോയി എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ മോണിക്കയ്ക്ക് അത്തരത്തിൽ എല്ലാവരും കൂടെ അവിടെ ടെറസിൻ്റെ മുകളിൽ കിടക്കുന്നതിൽ വല്ല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഈ പറയുന്ന മോണിക്ക സ്വന്തം വീട്ടിലേക്ക് വിളിച്ചിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഭർത്താവിൻ്റെ വീട്ടിൽ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നോ എന്നുള്ളതൊക്കെ തന്നെ ഇനി പോലീസ് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. പോലീസ് കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ഈ കേസിലേറെ നിർണായകമാണ്. അതുകൂടി പരിശോധിച്ചത് അല്ലെങ്കിൽ അതുകൂടി വന്നതിന് ശേഷം മാത്രമായിരിക്കും കേസിൽ എന്താണ് മരണകാരണം എന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ.